വൃക്ഷം നല്ല ഫലവും ചീത്ത വൃക്ഷം ചീത്ത ഫലവും നൽകുന്നു. മത്തായി 7:17. നമുക്കറിയാം, ഒരിക്കലും നമ്മൾ അത്തിപ്പഴം കഴിച്ചാൽ മരിച്ചു പോവില്ല, തെങ്ങിൽ നിന്ന് കിട്ടുന്ന തേങ്ങ കഴിച്ചാൽ മരിച്ചു പോവില്ല, അല്ലേ? അതുപോലെ തന്നെ ചക്ക കഴിച്ചാൽ മരിച്ചു പോവില്ല എന്ന് നമുക്കറിയാം. അളവിന് അതീതമായ അമൃതം പോലും വിഷമാണ്. തേൻ പോലും ചിലപ്പോൾ മരണത്തിന് കാരണമായേക്കാം. എന്നാൽ വൃക്ഷം ഒരിക്കലും ഉപദ്രവം ഒന്നും ഉണ്ടാക്കുന്ന തരത്തിലല്ല. ഇതുപോലെ തന്നെ മോശമായ ഒരു വൃക്ഷം ഒരിക്കലും നമുക്ക് നന്മ ഉളവാക്കുന്നില്ല. ഈശോയെ നോക്ക്, പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിനെയും നോക്ക്. അവരിൽ നിന്ന് ഒരിക്കലും തിന്മ പുറപ്പെടുന്നില്ല. കാരണം അവരുടെ വേര് തന്നെ നന്മയാണ്. ദൈവം എപ്പോഴും നന്മയാണ്. അവിടുന്ന് രൂപപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. എന്നാൽ പിശാചിനെ നോക്ക്. പിശാചിനോട് എപ്പോഴെങ്കിലും ഒരു നന്മ പ്രവർത്തിക്കോ എന്ന് ചോദിച്ചാൽ അവൻ ഒരിക്കലും ദൈവഹിതം പ്രവർത്തിക്കുന്നില്ല. എന്നാൽ നന്മ ചെയ്യോ എന്ന് ചോദിച്ചാലോ വളരെ അസഹനീയമായ കാര്യമാണ്. കാരണം അവനിൽ നന്മയില്ല. അതുകൊണ്ടാണ് ഈശോ പറയുന്നത്, ദൈവത്തിൽ നിന്ന് നമുക്കെതിരെ തിന്മ വരുന്നില്ല, സാത്താനിൽ നിന്ന് നന്മയുടെ ഒരു പ്രവൃത്തി പോലും നമുക്കെതിരെ വരുന്നില്ല. വേദനാജനകമായ കാര്യങ്ങൾ നമുക്ക് ദൈവത്തിൽ നിന്ന് വരാം. അത് നമ്മെ വിശുദ്ധീകരിച്ചുകൊണ്ട് ദൈവത്തോടുള്ള കൂട്ടായ്മയും നിത്യജീവനും നമുക്ക് നൽകും. സന്തോഷകരമായ കാര്യങ്ങൾ പിശാചിൽ നിന്ന് നമുക്ക് വരാം. എന്നാൽ അത് നമ്മുടെ കണ്ണ് അന്ധമാക്കിക്കൊണ്ട് നമ്മൾ സന്തോഷിച്ചുകൊണ്ട് ഒരു കെണിയിൽ കൊണ്ടുവന്ന് പെടുത്തി നമ്മുടെ ജീവിതം അല്പസമയത്തിനു ശേഷം സ്ഥിരമായി നശിപ്പിച്ചു കളയുന്നു. ഇതുപോലെയാണ് നല്ല വൃക്ഷത്തിൽ നിന്ന് നല്ലതും ചീത്ത വൃക്ഷത്തിൽ നിന്ന് ചീത്തയും നമുക്ക് നമ്മുടെ ജീവിതത്തെ എങ്ങനെ സ്വാധീനിക്കുന്നു, നശിപ്പിക്കുന്നു എന്ന് നമ്മൾ അറിയുന്നത്.